ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജുപോർട്ട്. മൈസെൽഫ് ഹംസത്ത് ലിബാനേക്കെ. അത് നിങ്ങൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ പ്രാക്ടിക്കൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടായിരുന്നു സാറേ വൈവ ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് വരിക, വൈവ ക്വസ്റ്റൻസ് ഒരുപാട് പഠിപ്പിക്കണം, കാരണം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്കുള്ള വൈവ ക്വസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ നോട്ട്സ് ഒക്കെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിരിക്കും. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ ഓക്കെ അല്ലേ സെറ്റ്, നമുക്ക് നേരെ ക്വസ്റ്റിനെ കിടക്കാം. വലിയ സമയമൊന്നുമില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിംഗ് ഇല്ലേ, അത് സിമ്പിൾ ചെറിയ ക്വസ്റ്റൻസ് ആണ്. നിങ്ങൾ ഓൾറെഡി ആ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് വലിയ ക്വസ്റ്റൻസ് ഒന്നും ചോദിക്കില്ല, ചെറിയ ക്വസ്റ്റൻസ് ആണ് ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ഒക്കെ ചെയ്യാൻ പറ്റുമോ, അത് പ്രാക്ടിക്കലി ലോജിക്കലി പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ജനറലി ചോദിക്കട്ടോ. അതിന്റെ ചെറിയ വൺ വേർഡ് ക്വസ്റ്റൻസുകൾ. പിന്നെ വലിയ ക്വസ്റ്റൻ ചോദിക്കുന്നത് നമ്മൾ എങ്ങനെ ഇത് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി, അത് ഈ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടാണോ അത് വന്നത്, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു വൈവൊക്കെ ഉള്ളത്. അപ്പോൾ ആ രീതിയിലായിരിക്കും ക്വസ്റ്റൻ വരിക. പിന്നെ നിങ്ങളുടെ ഇൻവിജിലേറ്റർ എങ്ങനെയായിരിക്കും, അതിനനുസരിച്ചായിരിക്കും ക്വസ്റ്റൻ ഉണ്ടാവുക. കംപ്ലീറ്റ്ലി അതുമായി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, അതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റൻ ചോദിക്കാം. അതായത് TDPA ഇതുപോലത്തെ ഒരു കോഡുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് കോഡാണ്? കോഡുകൾ പല ടൈപ്പ് ഉണ്ട് അല്ലേ. ബ്ലോക്ക് കോഡ് ഉണ്ട്, സീക്വൻഷ്യൽ കോഡ് ഉണ്ട്, അതുപോലെ നെമോണിക് കോഡ് ഉണ്ട്. സോ അത് എന്ത് ടൈപ്പ് കോഡാണ്? നെമോണിക് കോഡ്. അതായത് ഒരു വലിയൊരു വാക്കിനെ ചെറുതാക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ കാലിക്കറ്റിനെ CLT എന്ന് പറയും, തൃശ്ശൂരിനെ TCR എന്ന് പറയും, ട്രിവാൻഡ്രത്തിന് TVM എന്ന് പറയും, മലപ്പുറത്ത് MLP. സോ അങ്ങനെ ചെറുതാക്കുന്നതാണ് ഇങ്ങനെ എന്ത് നെമോണിക് കോഡ് എന്ന് പറയുന്നത് അല്ലേ. സോ ബ്ലോക്ക് കോഡിന്റെ ഒരു എക്സാമ്പിൾ, ബ്ലോക്ക് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വലിയൊരു നമ്പർ, അത് വലിയ നമ്പർ അല്ല, ഒരു റേഞ്ച് ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം നമ്പർ. ഇപ്പം 100 മുതൽ 200 വരെ, 1000 മുതൽ 1500 വരെ, ആ ഒരു ബ്ലോക്ക് നമ്പറിനെ ഒരു കോഡാക്കി മാറ്റുന്നതിൽ അതിനാണ് ബ്ലോക്ക് കോഡ് എന്ന് പറയുന്നത്. ഇതാണ് കണ്ടോ, സീക്വൻഷ്യൽ കോഡ് എന്ന് പറഞ്ഞാൽ 1 2 3 അങ്ങനെ ഒരു സീക്വൻസിൽ ഇങ്ങനെ പോകുന്നുണ്ടോ, CD01 002 0003. സോ അങ്ങനെയുള്ളതാണ് എന്ത്, സീക്വൻഷ്യൽ കോഡ്. അപ്പോൾ കോഡിന്റെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ എക്സാമിനും അതുപോലെ വൈവക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡാറ്റയ്ക്ക് എന്താ പറയുക, ഇൻഫോർമേഷൻ. അഥവാ അപ്പോൾ പ്രോസസ്സ് ചെയ്യാത്ത റോ ഫാക്ട്സ് ആൻഡ് ഫിഗർ ആണ് ഡാറ്റ. ആ ഡാറ്റനെ പ്രോസസ്സ് ചെയ്തിട്ട് അതൊരു ഇൻഫോർമേഷൻ ആക്കി എന്ത് ചെയ്യും, മാറ്റും. MIS എന്ന് പറഞ്ഞാൽ എന്താ, മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. എന്താ MIS ഉപയോഗിക്കുന്നത്, നമ്മുടെ ബിസിനസ് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് എന്ത്, MIS അഥവാ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. CS കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ കോമ്പണൻസുകൾ എന്തെല്ലാം പാർട്ടുകളാണ് ഉള്ളത്? പ്രൊസീജിയർ ഉണ്ട്, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ഇത്ര പഠിച്ചാൽ മതി. സോ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, പീപ്പിൾ, പ്രൊസീജിയർ. എന്താണ് പ്രൊസീജിയർ എന്നാൽ, എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചെയ്യുക, അതാണ് പ്രൊസീജിയർ എന്നുള്ളത്. ഡാറ്റ, ഈ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുക. പീപ്പിൾ, ഇതാരെ യൂസ് ചെയ്യുന്നത്, അവരാണ് പീപ്പിൾസ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്താണ് ഹാർഡ്വെയർ. അതിനുള്ളിലുള്ള സോഫ്റ്റ്വെയർ, അതിനുള്ളിൽ എന്തുകൊണ്ടാണ് ഈ ഹാർഡ്വെയർ പ്രവർത്തിക്കുന്നതാണ് സോഫ്റ്റ്വെയറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ, അതായത് നിങ്ങൾ ഇത് അതേപോലെ പഠിക്കണം എന്നല്ല, ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇത് വന്നോളൂ കേട്ടോ. ദ പ്രോസസ് ഓഫ് ക്ലാസിഫൈങ് സിമിലർ നേച്ചർ ഐറ്റംസ് അല്ലെ. സിമിലർ നേച്ചർ, ഒരേപോലെയുള്ള ഐറ്റംസുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഗ്രൂപ്പിംഗ് എന്ന് പറയല്ലേ. കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റുകൾ. സോ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്ത് വെക്കും. സോ അതിന് ഗ്രൂപ്പുകളും സബ് ഗ്രൂപ്പുകളും ഉണ്ടാവും. ഇവിടെ നമ്മുടെ ജുനു ഖാത്തയിലൊക്കെ അതുണ്ട്. അത് ലാസ്റ്റ് എന്ത് ചെയ്യും, അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ടു അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ 2 അഡ്വാൻറ്റേജ് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കും. അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അതെന്ത് നിങ്ങൾക്ക് ഈ CS എന്തിനാന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ്, ഒരുപാടുണ്ടല്ലോ. ഡാറ്റ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അക്യുറേറ്റ് ആയിരിക്കും. അതുപോലെ നമുക്ക് പ്രിന്റിങ്ങും ഡാറ്റ സ്റ്റോർ ചെയ്യാനും അത് റിട്രീവ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും അല്ലേ. ഇത് 2-3 പഠിച്ചു വെച്ചാൽ മതി. എന്തൊക്കെ ലിമിറ്റേഷൻസ്? കോസ്റ്റ്ലി ആണ്, റിലയബിലിറ്റി അല്ല, അഥവാ കമ്പ്യൂട്ടർ അടിച്ചു പോയാൽ അല്ലേ ഏതൊരാൾക്ക് വേണമെങ്കിലും അത് ഹാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വൈറസും കാര്യങ്ങളൊക്കെ വരും സാധ്യതയുണ്ട്. അതുപോലെ സ്പീഡി റെക്കോർഡിംഗ് ആയിരിക്കും, പക്ഷേ നമുക്ക് സ്പീഡായി ചെയ്യുമ്പോൾ റിസൾട്ട് അല്പം എറർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്റ്റാഫ് നല്ല എക്സ്പീരിയൻസ് ആക്കണം, ട്രെയിനിങ് കോസ്റ്റ് ഒക്കെ കൂടുതലാണ്. അതൊക്കെയാണ് നമ്മുടെ CS-ന്റെ ലിമിറ്റേഷൻ. സോ ഇതാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഈ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻ ആണ് വലിയ ക്വസ്റ്റൻ ആയിട്ട് എന്ത് ചെയ്യാറുള്ളത്, ഇതൊന്ന് ചോദിക്കാറുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, പാസ്വേഡ് സെക്യൂരിറ്റി. അതായത് ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം അതിന് ആക്സസ് കൊടുത്താൽ മതി അല്ലേ. ആ പാസ്വേഡ് അറിയുന്ന ആൾക്കാരായിരിക്കും ഇതിന്റെ ആവശ്യമുള്ള ആൾക്കാർ. അവർക്ക് മാത്രം, ആർക്കാണോ ഇതിന് ആക്സസ് കൊടുക്കേണ്ടത് അവർക്ക് മാത്രം ആക്സസ്, അതായത് ആർക്കാണോ ഇത് എത്തിപ്പെടേണ്ടത് അവരിലേക്ക് മാത്രം ഇത് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാസ്വേഡ് ഉള്ളത്. അപ്പൊ ഡാറ്റ ഓഡിറ്റ് എന്താ? ഡാറ്റ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ആരൊക്കെ അത് എഡിറ്റ് ചെയ്യുന്നോ അത് കറക്റ്റ് അല്ലേ, ഇന്ന ആളാണ് ഇതിപ്പം ഈ എഡിറ്റ് ചെയ്തത്. നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 5 ആൾ ചേർന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരാൾ ശരി ചെയ്ത്, മറ്റൊരാൾ അത് തെറ്റ് ചെയ്തു. അപ്പം ഇതാരാണോ ഈ എഡിറ്റ് വരുത്തിയത് കറക്റ്റ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതാണ് ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ വോൾട്ടോ, അതായത് നമ്മൾ ഒരു
ഒരു പാരഗ്രാഫ് നമ്മൾ കോഡ് ഭാഷയിലാക്കി മാറ്റുക, അത് പിന്നെ ഡീകോഡ് ചെയ്യുക, അതിനാണ് ഡാറ്റ വാൾട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. സെറ്റ് അല്ലേ? സോ ഈ ഒരു രീതിയിലാണ് ഫസ്റ്റ് ചാപ്റ്റർ വരിക. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ സ്പ്രെഡ് ആണ് ഏറ്റവും വലിയ ചാപ്റ്ററുകളിൽ ഒന്ന്. അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? സ്പ്രെഡ്ഷീറ്റിലെ ഓരോ ഫയൽ അല്ലേ, സ്പ്രെഡ്ഷീറ്റിലെ ഓരോ ഫയലിന് വർക്ക് ബുക്ക് എന്നാണ് പറയുന്നത്. നമുക്ക് ഓരോ വർക്ക് ബുക്കിലേക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുക. ഒരു വർക്ക് ബുക്കിൽ കുട്ടികൾ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽ, ഒരു വർക്ക് ബുക്കിൽ ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽ, മറ്റൊരു വർക്ക് ബുക്കിൽ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യും, അതായത് ഇപ്പം ഇങ്ങനെ പറയാം, ഓരോ ബുക്കുകൾ തന്നെയാണ് ഓരോ വർക്ക് ബുക്ക്. ആ വർക്ക് ബുക്കിൽ ഓരോ ബുക്കിൽ ഓരോ പേജുകളാണ് എന്ത് ഷീറ്റ് എന്ന് പറയുന്നത് അല്ലേ? സോ അങ്ങനെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഭയങ്കര നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് പഠിക്കാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പ്രീ ഡിഫൈൻഡ് ഫോർമുല ഇൻ സ്പ്രെഡ്ഷീറ്റ്. ഒരു സ്പ്രെഡ്ഷീറ്റിലെ പ്രീ ഡിഫൈൻഡ് ഫോർമുല ഉണ്ട്. ഫോർ എക്സാമ്പിൾ കൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്രിസിയേഷൻ കാണാൻ വേണ്ടിയിട്ടോ, ഒരാളുടെ സാലറി കണക്കാക്കാൻ വേണ്ടി, സാലറി കണക്കാക്കാനില്ല, സമ്മ ചെയ്യാനോ ആഡ് ചെയ്യാനോ കൗണ്ട് ചെയ്യാനോ, അങ്ങനെ പല പല ദെൻ EMI കാണാനോ റേറ്റ് കാണാനൊക്കെ ഒരു പ്രീ ഡിഫൈൻഡ് ഫോർമുല, ആ ഫോർമുല വെച്ച് സിൻടാക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെന്താ പറയാ, ഫംഗ്ഷൻ എന്നാണ് എന്ത് ചെയ്യുന്നത്, അതിനൊക്കെ പറയുന്നത്. ഇന്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളം. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് റോസ്, ഇതാണ് കോളംസ്, ഇത് ഇന്റർസെക്ട് ചെയ്യുന്നത് 1, 2, 3, ഇതൊക്കെ ഇന്റർസെക്ഷൻ. അതിന് സെൽ എന്നാ പറയാ. അതായത് ഒരു സിംഗിൾ യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. സെൽ കേട്ടോ, അത് മറക്കണ്ട. അപ്പം ഇതെന്താണ്, റോ എന്താ, റോ ഇത്, കോളം ഇത്. കോളത്തിൽ ഒരു എല്ല് കണ്ടോ, ഇതാണ് കോളം, കോളത്തിലുള്ള എല്ല് ഉണ്ടാവും. അപ്പൊ താഴോട്ടാണ് കോളം, താഴോട്ടുള്ളതാണ് കോളം. റോന്റെ 6 കണ്ടോ, 6 ഇങ്ങനെ വലത്തോട്ടേക്കല്ലേ, അതാണ് ഇങ്ങനെ പോകുന്നത്, അതാണ് റോ. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളവും അതുപോലെ തന്നെ റോയും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതൊന്നും ക്വസ്റ്റ്യനിൽ ഇല്ല കേട്ടോ, ഞാൻ എക്സ്ട്രാ അഡീഷണൽ തരാണ്. ഒക്കെ നിങ്ങൾക്ക് നോട്ട്സ് ആയി തന്നാൽ പിന്നെ എന്താ അതുകൊണ്ട് കാര്യമുള്ളത്. അപ്പൊ അത് ഇടയ്ക്ക് എന്ത് ചെയ്യും, ഒന്നിനെ കണക്ട് ചെയ്തിട്ട് വേറെ കുറെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നൈസ് ആയിട്ടൊരു കാര്യം. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ മൈൻഡിൽ എന്ത് ചെയ്യും, ഈസിലി സ്റ്റോർ ചെയ്യാനും പറ്റും, പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും, പഠിച്ച കാര്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആർക്കാൾ ചോദിക്കുമ്പോൾ ഉത്തരം നമുക്ക് പറയാൻ പറ്റും. ദ സെൽഫ് റെഫറൻസ് ഓഫ് ഫോർത്ത് കോളം. ഇത് അങ്ങനെ ചോദിക്കൊന്നുമില്ല, പക്ഷേ ചില ആൾക്കാർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, കുട്ടികളെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാർക്ക് കിട്ടരുതെന്ന് കരുതിയിട്ട്. സെൽഫ് റെഫറൻസ് ഓഫ് ഫോർത്ത് കോളം ആൻഡ് ഫസ്റ്റ് റോ. ഫോർത്ത് കോളം എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് A B C D, നാലാമത്തെ കോളത്തിലെ ഫസ്റ്റ് റോ, നാലാമത്തെ 1 2 3 നാലാമത്തെ കോളം ഇതാണ്. ഫസ്റ്റ് റോ ഇതല്ലേ, 1 2 3. സോ ഇതും ഏതാ, ഇതാണ്, അഥവാ D1 എന്നാണ് അതിന് പറയാ, D1 കണ്ടോ. സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഓരോ സെല്ലിന് ഓരോ അഡ്രസ് ഉണ്ടാകും. അതായത് ഈ ഓരോ സെല്ലിന്റെ പേരിനാണ് എന്ത് പറയുന്നത്, സെൽ അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റോനെയും കോളത്തെയും ഇന്റർസെക്ഷൻ നമ്മൾ വിളിക്കുന്ന സെല്ലിനെ സെൽ അഡ്രസ് എന്നാണ് പറയുക. അപ്പൊ ആണോ, ഇഫ് സെൽ അഡ്രസ് ഇസ് E7 ആണെങ്കിൽ റെപ്രസെന്റ് എത്രാമത്തെ കോളം, 5th അല്ലേ. D കഴിഞ്ഞാൽ പിന്നെ A B C D E, 5ാമത്തെ കോളമാണ് E എന്ന് പറയുന്നത്. അപ്പൊ 7 എന്താ, 7ാമത്തെ റോ ആണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം സെൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചുള്ള ഏകദേശം ബോധം നിങ്ങൾ മനസ്സിലായില്ലേ. എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസന്റ് സെൽ ദാറ്റ് ഫോംസ് എ റെക്ടാങ്കുലർ ഏരിയ. ഒരു റെക്ടാങ്കുലർ ഏരിയ, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിന് എന്താ പറയുന്നത്, റേഞ്ച് എന്നാ പറയാം. ജനറലി നമ്മുടെ ലേബൽസ് ആണെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ഏത് അലൈൻമെന്റ് ആയിരിക്കും, സ്പ്രെഡ്ഷീറ്റിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു കോളാണ്, ഇത്ര വലിയൊരു കോളായിരിക്കാം, അല്ല ഇത്ര വലിയൊരു സെല്ലാണ്. അപ്പം ഞാൻ ഇവിടെ ചെയ്തത് ലിബാൻ എഴുതുമ്പോൾ കണ്ടോ, ഏത് സൈഡിലാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ, ലെഫ്റ്റ് സൈഡിലാണ്, ഈ സൈഡിലാണ്, ക്യാമറയിൽ ഓപ്പോസിറ്റാ, ലെഫ്റ്റ് സൈഡാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്, അതാണ് ലെഫ്റ്റ് അലൈൻഡാ. ജനറലി നമ്മൾ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ, അഥവാ ആൽഫബറ്റ്സോ ലേബൽസോ എഴുതുകയാണെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലായിരിക്കും വരിക. ആ സമയത്ത് നമ്മൾ വാല്യൂസോ നമ്പർ എഴുതുകയാണെങ്കിൽ അത് റൈറ്റ് അലൈൻഡ് ആയിരിക്കും. ഇപ്പൊ ഇതേ കോളത്തിൽ നമ്മൾ 20 എഴുതുകയാണെങ്കിൽ കണ്ടോ, റൈറ്റ് സൈഡിലേക്കാണ് വരിക, റൈറ്റ് സൈഡിലേക്കാണ് അത് വരുന്നത്. സോ അത് റൈറ്റ് അലൈൻഡ് ആയിരിക്കും. എന്ത്, നമ്പറോ വാല്യൂ ആണെങ്കിൽ റൈറ്റ്, ലേബലോ ആൽഫബറ്റോ ലെറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും. ഒരുപാട് ഫംഗ്ഷൻസ് പറഞ്ഞല്ലേ, പ്രീ ഡിഫൈൻഡ് ഫോർമുല അതാണ് ഫംഗ്ഷൻ അല്ലേ. പ്രീ ഡിഫൈൻ എന്ന് പറഞ്ഞാൽ നേരത്തെ സെറ്റാക്കി വെച്ച ഫോർമുലകൾ. ആ ഫോർമുല വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. സമ്മ് കാണാൻ പറ്റും, അതുപോലെ കൗണ്ട് എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റും, ഡിപ്രിസിയേഷൻ കാണാൻ പറ്റും, ഇൻട്രസ്റ്റ് കാണാൻ പറ്റും, ആൾക്കാരുടെ സാലറി ഒക്കെ കാണാൻ പറ്റും. സോ അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിന്റെ മാത്തമെറ്റിക്കൽ, ആ ഫംഗ്ഷൻസ് പല തരം ഉണ്ട് കേട്ടോ, മാത്തമെറ്റിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ, ലോജിക്കൽ, ഫിനാൻഷ്യൽ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ആ മാത്തമെറ്റിക്കലെ ചില ഫംഗ്ഷൻ എന്താ, സമ്മിഫ്, റൗണ്ട്. സം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാൻ, സമ്മിഫ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ആഡ് ചെയ്യാൻ, അഥവാ 10നേക്കാൾ കൂടുതൽ മാർക്കുള്ള ആൾക്കാരെ മാർക്ക് ടോട്ടൽ ചെയ്യാൻ, 150 സെന്റിമീറ്റർ താഴെ ഹൈറ്റുള്ള ആൾക്കാരെ ഹൈറ്റ് മാത്രം ടോട്ടൽ ചെയ്യാൻ, അങ്ങനെ കണ്ടീഷനാണ് സമ്മിഫ്. റൗണ്ട് എന്ന് പറഞ്ഞാൽ അത് റൗണ്ട് ഓഫ് ചെയ്യാൻ വേണ്ടി, റൗണ്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ, ഡെസിമൽസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാം അല്ലേ. ഇപ്പം 10.283 ആണെങ്കിൽ അത് 10.28 അതുവരെ മതി. അതാണ് റൗണ്ട് എന്നുള്ളത് അല്ല. അപ്പൊ എക്സാമ്പിൾസ് ഓഫ് ലോജിക്, ഇവിടെ ഞാൻ മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ മാത്രമല്ല ഓരോ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഏതാണെന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, ഈക്വൽ ടു സം ഓഫ്
പറയണം. ഈക്വൽ ടു സം ഇഫ് ഓഫ് അല്ലെ, കണ്ടീഷണൽ സം ആണെങ്കിൽ ഈക്വൽ ടു സം ഇഫ് എന്ന് പറയണം. ഇഫ് ആൻഡ് ഓർ ആണ് ലോജിക്കൽ ഫംഗ്ഷൻ. ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, PV, FV, PMT, അതെന്താ ഇൻട്രസ്റ്റ് റേറ്റ് കാണാൻ, അതുപോലെ EMI കാണാനൊക്കെ ഉള്ളതാണ്. നമ്പർ ഓഫ് എത്ര മന്ത് പേ ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങൾ കാണാനുള്ളതാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ ആകെ 3 കൊടുത്തുള്ളൂ. നിങ്ങളൊരു ഓരോ ഫംഗ്ഷൻ ടൈപ്പിനെയും ഒരു 5 എണ്ണെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് PV, എന്താ FV, എന്താ PMT, എന്താന്നുള്ളതൊക്കെ എന്താണ് നിങ്ങൾ കറക്റ്റ് പഠിച്ചേക്കണം. പിന്നെ ഡിപ്രിസിയേഷൻ കാണാൻ എന്താ DB, SML, അതൊക്കെ നിങ്ങൾക്ക് ഡിപ്രിസിയേഷൻ കാണാനൊക്കെ ഉള്ളത് അല്ലേ. ദെൻ ഇഫ് ഫംഗ്ഷൻ ഏതൊക്കെ, ഇഫ് ടെസ്റ്റ്, ഇഫ് ദെൻ വാല്യൂ, ഇഫ് അതർവൈസ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷെ എങ്കിലും ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ആണ് പറഞ്ഞത്. സിൻടാക്സ് ഓഫ് PMT കാണാനുള്ളത് എന്താ, PMT എന്ന് പറഞ്ഞാൽ റേറ്റ്, NPR, FV, PV ടൈപ്പ്. അതാ ഈക്വൽ ടു PMT ബ്രാക്കറ്റിൽ റേറ്റ്, NPR, PV, FV ടൈപ്പ്. അത് ഈ ഒരു സിൻടാക്സ് എന്താ നിങ്ങൾ പഠിച്ചു നോക്കണം. എന്തിനാ, ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു 2-3 സിൻടാക്സ് എങ്കിലും, അഥവാ എല്ലാ ഫംഗ്ഷൻസിലും ഒരു 3-4 സിൻടാക്സ് എന്തെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. കുറച്ചൊരു ഡിഫിക്കൽട്ട് ആണ് കാണാതെ പഠിക്കാവുന്നത്. പക്ഷേ നിങ്ങൾ എക്സലിൽ ചെയ്യൂലേ, സ്പ്രെഡ്ഷീറ്റിൽ ചെയ്യുമ്പോൾ ഒക്കെ കാണാൻ പറ്റും. അഥവാ ഈക്വൽ ടു PMT എന്ന് അടിക്കുമ്പോൾ ബ്രാക്കറ്റ് കൊടുക്കുക, അപ്പോൾ ഫസ്റ്റ് കാണാം റേറ്റ്, NPR. അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചെറിയൊരു ബോക്സ് ഉണ്ടാവും. ചെറിയ ബോക്സ് ആയിരിക്കും സെല്ലില്ലേ, ആ സെല്ലിനേക്ക്, അതിപ്പോൾ സെല്ലാണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും, ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. കളർ മാറ്റാം, ചെറുതായിട്ട് എന്താ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് റേറ്റ് ആണ്, പിന്നെ കോമ, NPR. അതായത് നമ്മൾ ഒരു സിൻടാക്സ് ഇടുമ്പോൾ ആ സിൻടാക്സിന്റെ ബാലൻസ് എന്താണോ മൊത്തം അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി കാണാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇത് വൈവക്ക് ഇത് ഹെൽപ്ഫുൾ ആവില്ല, പക്ഷേ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്ഫുൾ ആകും. എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്, ഒരുപാടുണ്ട്. ആവറേജ്, മിനിമം, മാക്സിമം, കൗണ്ട് ഇഫ്, കൗണ്ട്. ആവറേജ് എന്തിനാ, ആവറേജ് ആയിട്ടുള്ള എമൗണ്ട് കാണാനാ. മിനിമം വാല്യൂ കാണാം, മാക്സിമം വാല്യൂ കാണാം. കൗണ്ട് ഇഫ് അഥവാ കണ്ടീഷൻ ഇട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ള കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കൗണ്ട് എന്തെങ്കിലും, അതായത് ആ ഒരു റേഞ്ചിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ, വാല്യൂ അല്ലെങ്കിൽ പേര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ട് ആയിട്ടുള്ളത്. സോ അങ്ങനത്തെ കൗണ്ട്, ബ്ലാങ്ക് കോളം, ടോട്ടൽ ആ റേഞ്ചിൽ എത്ര ബ്ലാങ്ക് ആയിട്ടുള്ള കോളന്റെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൗണ്ടിങ്ങിന്റെ സംവിധാനങ്ങളുണ്ട്. ബൈ ഡിഫാൾട്ട് ആയിട്ട് നമ്പർ ഓഫ് വർക്ക് ഷീറ്റ് ഇൻ എ വർക്ക് ബുക്ക്. ഒരു വർക്ക് ബുക്കിൽ നമ്മൾ വർക്ക് ബുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പം അതിൽ മിനിമം എത്ര വർക്ക് ഷീറ്റ് ഉണ്ടാകും, അതിൽ ഒരൊറ്റ വർക്ക് ഷീറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ എക്സ്ട്രാ വർക്ക് ഷീറ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ. എങ്ങനെ ആഡ് ചെയ്യുക, താഴെ വർക്ക് ഷീറ്റിന്റെ ഷീറ്റ് 1 കാണാം, അവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, എക്സ്ട്രാ ആഡ് ഷീറ്റ് എന്ത് ചെയ്യും, വരും. ആഡ് ഫംഗ്ഷൻ ബിലോങ്സ് ടു ഡാഷ്. ആഡ് ഫംഗ്ഷൻ ആൻഡ് ഫംഗ്ഷൻ, ആഡ് ഫംഗ്ഷൻ അല്ലല്ലേ, സം ആണ് ആഡിന്റെ ഫംഗ്ഷൻ. ആൻഡ് ഫംഗ്ഷൻ എന്താ, അതൊരു ലോജിക്കൽ ഫംഗ്ഷൻ ആണ്. ഈ വാല്യൂ എറർ, ഈ എററിനെ കുറിച്ച് ചിലപ്പം ചോദിക്കുക. ഇത് ഞാൻ പ്ലസ് 2 പഠിക്കുമ്പോൾ എററിനെ കുറിച്ച് എന്താ ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഉറപ്പൊന്നുമില്ല. പക്ഷെ എറർ അങ്ങനെ ചോദിക്കില്ല എന്ന് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. സോ ദ എറർ ഈസ് ഒക്യൂസ് വെൻ ഈ എറർ അഥവാ ഇങ്ങനെ ആസ് ഇട്ടിട്ട് വാല്യൂ എറർ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്ത് എറർ ആയിരിക്കും. അഥവാ എറർ ഒക്യൂസ് വെൻ ടെക്സ്റ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നമ്പേഴ്സിന് പകരം നമ്മൾ ടെക്സ്റ്റ് ഇട്ടു. ഇപ്പൊ ഈക്വൽ ടു സം ഓഫ് 1, 2, 3 എന്നാ കൊടുക്കേണ്ടത്, പകരം എന്ത് ചെയ്തു, നമ്മൾ അനിലിനെ അർജുനെയും സം ചെയ്യാൻ പറ്റും. എങ്ങനെ അനിലിനെ അർജുനെ സം ചെയ്യാം, പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ 2 പുഴ ഒരുമിച്ച് ചേർന്നാൽ അതൊരു വലിയ ഒന്നായി അല്ലേ, വലിയ ഒന്നായി മാറും അല്ലെ, വലിയ പുഴയായി മാറും. അപ്പം അങ്ങനെയല്ല, ഇവിടെ എന്താ നമ്പർ മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെന്താ, വൈക്കം മുഹമ്മദ് ബഷീർ നമുക്കൊക്കെ മനുഷ്യന്മാരാണ്, നമ്മുടെ അടുത്ത ലോജിക്ക് വർക്കാവും, പക്ഷെ കമ്പ്യൂട്ടറിന് ആ ലോജിക്ക് വർക്കാവില്ല മക്കളെ. സെൽ റെഫറൻസ് എന്താ, സെൽ റെഫറൻസ് ചോദിക്കും. സെൽ റെഫറൻസ് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്റെ ലവറാണ് ബി, സിന്റെ ലവറാണ് ഡി, ഇന്റെ ലവറാണ് എഫ്. കണ്ടോ, അതായത് എന്താ, എന്റേത് തൊട്ടപ്പുറത്തെ ബി ആ, അപ്പൊ സിന്റെ തൊട്ടപ്പുറത്തെ ഡി ആയിരിക്കും, ഇന്റെ തൊട്ടപ്പുറത്തെ എഫ് ആയിരിക്കും. അപ്പം എന്താണ്, അതിങ്ങനെ ഒന്നിന്റെ അപ്പുറം ഒന്നിന്റെ റിലേഷൻ എന്താ, ഒന്നിന്റെ മറ്റൊരാളുടെ റിലേഷൻ എന്താണ്, അത് തന്നെ ആയിരിക്കും അടുത്ത ആളുടെ റിലേഷൻ. അപ്പൊ അഡ്ജസൻറ്റ് സെൽസ്, അത് തൊട്ടടുത്തുള്ള സെല്ലുമായിട്ട് ഈ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. അതിൽ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്താ, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൽ റെഫറൻസ് ഒരു സെല്ല് കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു റോ ഇങ്ങനെ ചേഞ്ച് ആവും, പക്ഷെ കോളം അത് അതേപോലെ വെക്കണം, അല്ലെങ്കിൽ കോളം ഇങ്ങനെ ചേഞ്ച് ആവും, പക്ഷെ റോ അതേപോലെ വെക്കണം. അതാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് അറിയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ C7 = B7 × C$1. അഥവാ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ സി എന്താ, സി എന്ന് പറയുമ്പം കോളമാണ് വരുന്നത് അല്ലെ, കോളത്തെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അപ്പം C1 എപ്പോഴും അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിപ്പോ ഇനി അടുത്തത് വരുമ്പം C8 = B8 × C1 വരിക, C2 ആവില്ല. ഇനി അടുത്തത് C9 =
B9 ഇൻറ്റു C1. ആ C1 അതേപോലെ അവിടെ വെക്കുകയും ചെയ്യും. ബാക്കി എന്ത് ചെയ്യും? C9 അനുസരിച്ച് B9 മാറും, പക്ഷേ C എന്ത് ചെയ്യില്ല, മാറൂല. അതാണ് അബ്സല്യൂട്ട് സെൽ റിഫറൻസ്. റിലേറ്റീവ് ആവുമ്പോൾ എന്ത് ചെയ്യും? അതിങ്ങനെ മാറും. ആ അബ്സല്യൂട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഡോളറിന്റെ ഇടയിൽ ഇട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഡോളറിന്റെ ഇടയിൽ ഇട്ടാൽ എന്ത് ചെയ്യും? അത് അവിടെ അതേപോലെ നിൽക്കുകയും ചെയ്യും. അടുത്തത് നമുക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ചാപ്റ്റർ. ഇത് ചെറിയൊരു പോർഷൻ. അതായത് ഇതിൽ നിങ്ങൾക്ക് ശരിക്കും എന്താ പറയാ, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയത്, ക്വസ്റ്റ്യൻ ചെയ്യാൻ വെച്ചാൽ എന്താ പറയാ, നമ്മളെ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ ഒരു ചാപ്റ്റർ സാധാരണ ചോദിക്കാറുള്ളൂ. അല്ലാത്ത രീതിയിൽ ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വളരെ കുറവ്, ഐ മീൻ വൈബക്ക് വളരെ കുറവാണ്, എക്സാമിന് വളരെ കുറവാണ്. SL എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എന്ത് നമ്മുടെ ഡിപ്രിസിയേഷൻ കാണുള്ളത്. അപ്പൊ അതിന്റെ സിന്റാക്സ് എന്താ? SLN ബ്രാക്കറ്റ് ഈസിക്കൽ ടു SLN ബ്രാക്കറ്റ് കോസ്റ്റ് സാൽവേജ് ലൈഫ്, അല്ലേ? കോസ്റ്റ് എത്രയാണോ അസറ്റിന്റെ കോസ്റ്റ്, സാൽവേജ് വാല്യൂ എത്ര, അതിന്റെ ലൈഫ് എത്ര എന്നുള്ളത്. അപ്പം ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ് എന്താ? ഈസിക്കൽ ടു DB ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി പേറോളിന്റെ കോമ്പണൻസ്, പേറോൾ എന്തൊക്കെ ഉണ്ടാകും? ബേസിക് പേ, DA, HRA, CCA, ഗ്രേഡ് പേ ഒക്കെ ഉണ്ടാകും. ഡിഡക്ഷൻസ് ആയിട്ട് PF ലോൺ, പ്രൊഫഷണൽ ടാക്സ്, TDS. അപ്പം ഇതൊക്കെ ഇയാൾക്ക് കിട്ടുന്ന പേകളാണ്. അതായത് പേ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന പൈസ. ഇത് ഡിഡക്ഷൻ, അഥവാ ഈ പേ എന്ന് കുറയുന്ന, അതായത് ഇയാൾ ഇത് കുറച്ചിട്ട് ഇയാൾക്ക് സാലറി കിട്ടുള്ളൂ, അതാണ് ഡിഡക്ഷൻസ്. അപ്പൊ എങ്ങനെ സാലറി എങ്ങനെ കാണാം? സാലറി ആദ്യം ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA പ്ലസ് CCA പ്ലസ് ഗ്രേഡ് പേ, അതാണ് ഗ്രോസ് പേ. എന്നിട്ട് ഇതൊക്കെ ടോട്ടൽ ചെയ്യുക, അപ്പൊ ടോട്ടൽ ഡിഡക്ഷൻ കിട്ടും. എന്നിട്ട് ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ ആണ് എന്ത്? നെറ്റ് പേ. നെറ്റ് പേ ആണ് ഇയാൾക്ക് കിട്ടുന്ന ലാസ്റ്റത്തെ സാലറി, അഥവാ ഈ എല്ലാം കഴിച്ച് ബാക്കി ഇയാൾക്ക് കിട്ടുന്നത്, ഇയാളെ കയ്യിൽ എത്ര കിട്ടും, അതാണ് നെറ്റ് പേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ, വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊസീജിയറിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അത് ഓർത്ത് വെക്കാം. അണ്ടർ ഡാഷ് മെത്തേഡിൽ ചാർജിങ് ഓഫ് ഡിപ്രിസിയേഷൻ, ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ വിൽ ബി സെയിം ഇൻ എവറി ഇയർ. എല്ലാ വർഷവും സെയിം ആയിരിക്കും. ഏത്? സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഫിക്സ്ഡ് മെത്തേഡിൽ. ഡിമിനിഷിംഗ് മെത്തേഡിൽ എന്ത് ചെയ്യും? അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ദെൻ SLN ഫംഗ്ഷൻ, സ്ട്രെയിറ്റ് ലൈൻ ഫംഗ്ഷൻ എന്താ? SLN ബ്രാക്കറ്റ് കോസ്റ്റ് സാൽവേജ് ലൈഫ്. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഇനി ഹൗ ടു കാൽക്കുലേറ്റ് ബേസിക് പേ. ബേസിക് പേ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ബേസിക് പേ ഇൻറ്റു നമ്പർ ഓഫ് എഫക്റ്റീവ് ഡേയ്സ് പ്രസന്റ്. എത്ര ദിവസം? ഇപ്പം 365 ദിവസത്തിൽ ഇയാൾ എന്ത് ചെയ്തു? 345 ദിവസം പ്രസന്റ് ചെയ്തു. ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ മന്ത്. സോറി, ഇത് മന്ത് ആട്ടോ, മാറിപ്പോയി. ബേസിക് പേ ഇയാൾക്ക് 10,000 ആണ് സാലറി ആയിരിക്കാം. 10,000 ഇൻറ്റു നമ്പർ ഓഫ് 10,000 ആക്കണം, 30,000 ആണ് സാലറി ആയിരിക്കാം. നമ്പർ ഓഫ് എഫക്റ്റീവ് ഡേയ്സ് പ്രസന്റ്, ഇയാൾ 29 ദിവസം പ്രസന്റ് ആയത്. ആ മാസം മൊത്തം 30 ദിവസം ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് എത്ര സാലറി കിട്ടും? 29,000. അതാണ് എന്താണ്? ബേസിക് പേ ഇൻറ്റു നമ്പർ ഓഫ് എഫക്റ്റീവ് ഡേയ്സ് പ്രസന്റ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ മന്ത്. ഒരു മാസം എത്ര മാസം ഉണ്ടോ. അപ്പം ഇതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു സാലറി കണക്കാക്കാൻ, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ചോദിക്കുന്നത്. സെറ്റാണോ? മെസ് ഓക്കെ അല്ലേ? നെക്സ്റ്റ് 4ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാണ്. എന്താണ്? ചാർട്ടും ഗ്രാഫും. ഗ്രാഫ്സ് ചാർട്ട് ഫോർ ബിസിനസ് ഡാറ്റ. ഇതും ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ ഇതിൽ ചോദിക്കുക ആ ചാർട്ടുമായി റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ലെജൻഡ് എന്നാണ്. അതായത് ഒരു കാര്യത്തെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ബാർ ഉണ്ട്, കറുത്ത കളറിലും വെള്ള കളറിലും ബാർ ഉണ്ട് ആയിരിക്കാം. അപ്പോൾ ഈ കറുത്ത കളർ എന്നുള്ളത് ഈ വർഷത്തെ ഡാറ്റയാണ്, വെള്ള കഴിഞ്ഞ വർഷത്തെ ഡാറ്റ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ബ്രാക്കറ്റ്, ഇവിടെ ലെജൻഡ് കൊടുക്കും. എന്ത്? ഇത് ബ്ലാക്ക്, ഇത് വൈറ്റ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 2023, വൈറ്റ് 2024. കണ്ടോ? അതായത് വൈറ്റ് ഡാറ്റ 2024, ബ്ലാക്ക് ഡാറ്റ 2023. അതാണ് ലെജൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നെയിം ദ ചാർട്ട് വിച്ച് ഹാവ് നോ ആക്സിസ്. എക്സ് ആക്സിസും വൈ ആക്സിസും ഇല്ലാത്ത ചാർട്ട് ഏതാ? പൈ ചാർട്ട്. കാരണം പൈ ചാർട്ടിന് ഒരു വട്ടം ഉണ്ടാവും, അവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ദെൻ ഗ്രാഫും ചാർട്ടും. ലിബ്രെ ഓഫീസിലെ ഗ്രാഫും ചാർട്ടും എവിടെ ഉണ്ടാവുക? ഇൻസേർട്ട്. ചാർട്ട് ഓപ്പൺ ചെയ്യെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ടേബിൾ ഉണ്ടാക്കുക, ഒരു ടേബിൾ വരയ്ക്കുക. എന്നിട്ട് ടേബിൾ എഴുതുക, ഡാറ്റകൾ എഴുതുക. എന്നിട്ട് ആ ടേബിളിനെ സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കുക, ചാർട്ട് കൊടുത്താൽ ചാർട്ട് വരും. എന്നിട്ട് അതിൽ ബാക്കിയുള്ള ചാർട്ടിനെ ആഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ എന്ത് ചെയ്യും? ആ ചാർട്ട് വരും. സിമ്പിളാണ്. ചാർട്ട് ഉണ്ടാക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. ചാർട്ട് ഇസ് ജനറലി യൂസ് ടു ഡിസ്പ്ലേ ഡാറ്റ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ. അതായത് ഒരു ചാർട്ട് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഒരു ടോട്ടൽ ഐറ്റത്തിന്റെ പെർസെൻറ്റേജ്. ഇപ്പം 100 ആൾക്കാരുണ്ടെങ്കിൽ 100 ആൾക്കാരുണ്ട്, അതിലെ 20% ആൾക്കാരെന്താണ്? 120 സെന്റിമീറ്ററിന് മുകളിൽ ആൾക്കാരാ. ബാക്കി 30% ആൾക്കാരെന്താ? 140 സെന്റിമീറ്റർ മുകളിലുള്ള ആൾക്കാരാ. ബാക്കി 40 പേരെന്താ? 150 സെന്റിമീറ്റർ മുകളിലുള്ള ആൾക്കാരാ. ബാക്കി 10% 160 സെന്റിമീറ്റർ മുകളിലുള്ള ആൾക്കാരാ. അപ്പൊ ഉണ്ടോ, ശതമാന കണക്കിന്, ടോട്ടലിലെ ശതമാന കണക്കായി കാണുന്ന എന്ത് ചാർട്ടാ? പൈ ചാർട്ടാണ്. ഡാഷ് ചാർട്ട് ഈസ് നോർമലി യൂസ്ഡ് ഫോർ എക്സ്പ്ലെയിനിങ് ട്രെൻഡുകൾ, പീരീഡിലുള്ള ട്രെൻഡോ അല്ലെങ്കിൽ നമ്മുടെ ക്രിക്കറ്റിലുള്ള സ്കോർ, അതുപോലെ ഓരോ വർഷത്തിലുള്ള നമ്മുടെ റാങ്കുകൾ, നമ്മുടെ ഹൈറ്റ്, നമ്മുടെ മാർക്ക്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ലൈൻ ചാർട്ട് ഉപയോഗിക്കുന്നത്.
അപ്പം ആ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ വേണ്ടി അതോ റണ്ണിന്റെ ട്രെൻഡ് എങ്ങനെ ആദ്യത്തെ 10 ഓവറിൽ നല്ല റൺ എടുത്തു പിന്നെ കുറഞ്ഞു പിന്നെ അവസാന 10 ഓവറായപ്പോൾ നല്ലോണം കൂടി കണ്ടോ ആ ട്രെൻഡ് അതിലാണ് ലൈൻ ചാർട്ട് എന്ന് യൂസ് ചെയ്യുന്നത് ചാർട്ടിന്റെ എലമെന്റുകൾ ഒരുപാട് എലമെന്റുകൾ ഉണ്ട് പക്ഷെ നോക്കാം ചാർട്ട് ഏരിയ പ്ലോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം ഏരിയ പ്ലോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ അത് വരക്കുന്ന ആ ഒരു ഏരിയ മാത്രം ഡാറ്റ പോയിന്റ് ഡാറ്റ സീരീസ് ഡാറ്റ ലേബിൾ ഗ്രിഡ് ലൈൻ ചാർട്ട് ടൈറ്റിൽ ലെജൻഡ് ഇതല്ലാത്ത ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ജസ്റ്റ് ഒരു 4-5 നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ചാർട്ടിന്റെ എലമെന്റ്സുകൾ എന്താണെന്നുള്ളത് ഇപ്പം ഈ ചാപ്റ്റർ കഴിഞ്ഞു ഈ ചാപ്റ്റർ ഉണ്ടോ വളരെ ചെറുതായിട്ടുള്ളൊരു ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ ജുനൂക്കാത്ത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ വൗച്ചർ ചെയ്യുമ്പോൾ പർച്ചേസ് വൗച്ചറിന് ഷോർട്ട് കട്ട് ഏതാ ഷോർട്ട് കട്ട് F7 ഉണ്ട് കുറേ ഫംഗ്ഷൻസുകൾ ആ ഫംഗ്ഷൻ കീ ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക ഇത് ഇടയ്ക്ക് ഉറപ്പാണ് മോസ്റ്റ് പ്രോബബ്ലി വൈവക്ക് ചോദിക്കാൻ സാധ്യത ഒന്നാണ് ഈ ക്വസ്റ്റ്യനിലെ ഇതുപോലത്തെ ഈ മോഡലിലെ ക്വസ്റ്റ്യൻ അതായത് പർച്ചേസ് വൗച്ചർ റെസിപ്റ്റ് വൗച്ചറിന് ഏതാണ് പേയ്മെന്റ് വൗച്ചറിന് ഏതാണ് ആ ഫംഗ്ഷന്റെ ഷോർട്ട് കട്ട് കീ ഏതാണെന്നുള്ള എന്തെങ്കിലും ചോദിക്കും അത് നിങ്ങൾ പഠിച്ചു വെക്കണം ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ എന്ത് ചെയ്യണം ആദ്യം ഡിസ്പ്ലേ P&L അക്കൗണ്ട് കൊടുത്താൽ എന്ത് ചെയ്യും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്തും പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പേ ചെയ്ത് വാങ്ങിക്കുന്ന വേറെ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റാത്ത സോഫ്റ്റ്വെയർ ആണ് ഇത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്പോൾ FOSS എന്താ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നമ്മുടെ ജിനൂക്കാത്ത പോലത്തെ സോഫ്റ്റ്വെയർ ആണ് FOSS അഥവാ ആർക്ക് വേണമെങ്കിലും ഓൺലൈൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ വേണ്ടിയതേയും പറ്റും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന്റെ പാക്കേജുകളുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ജുനൂക്കാത്ത ടാലി സാപ്പ് ഡാറ്റ ഐസി ക്വിക്ക് ബുക്സ് അങ്ങനെയൊക്കെ ഒരുപാട് എന്തുണ്ട് സോഫ്റ്റ്വെയർ ഒരു 4 നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അതെന്തെങ്കിലും ചോദിക്കും കറണ്ട് അസറ്റിന്റെ സബ് ഗ്രൂപ്പ് എന്താ കറണ്ട് അസറ്റിന്റെ അണ്ടറിൽ ഒരുപാട് ഗ്രൂപ്പും സബ് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ കറണ്ട് അസറ്റ് ഫിക്സഡ് അസറ്റ് ഇതൊക്കെ എന്താണ് ഓരോരോ സബ് ഗ്രൂപ്പുകളാണ് ആ ഗ്രൂപ്പിന് അണ്ടറിലുള്ള സബ് ഗ്രൂപ്പ് എന്തൊക്കെയാണ് ബാങ്ക് കറണ്ട് അസറ്റിന്റെ അണ്ടറിലാണ് ബാങ്ക് ക്യാഷ് ലോൺ ആൻഡ് അഡ്വാൻസ് ഇൻവെന്ററി ഡെപ്റ്റേഴ്സ് ഒക്കെ വരുന്നത് അപ്പൊ ഫിക്സഡ് അസറ്റിന്റെ അണ്ടറിൽ എന്ത് ചെയ്യാം വരും കേട്ടോ ജുനൂക്കാത്തിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട് 13 ഗ്രൂപ്പാണുള്ളത് അപ്പം ടോട്ടൽ എത്ര സബ് ഗ്രൂപ്പ് ഉണ്ട് 16 സബ് ഗ്രൂപ്പ് ഉണ്ട് അത് അങ്ങനെ ചോദിക്കുക ഗ്രൂപ്പിന്റെ ചിലപ്പോൾ ചോദിക്കും സബ് ഗ്രൂപ്പിന് ചിലപ്പോൾ അങ്ങനെ ചോദിക്കൂല കേട്ടോ വിച്ച് വൺ ആർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ഏതൊക്കെ ഗ്രൂപ്പുകളുള്ളത് ഡയറക്റ്റ് ഇൻകം ഇൻഡയറക്റ്റ് ഇൻകം ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഗ്രൂപ്പുകൾ കേട്ടോ ഐറ്റംസുകൾ ദെൻ വിച്ച് വൺ ആർ ദ വൗച്ചേഴ്സ് ഇൻ ജുനൂക്കാത്തയിലുള്ള വൗച്ചേഴ്സ് ഏതൊക്കെ റെസിപ്റ്റ് പേയ്മെന്റ് സെയിൽ പർച്ചേസ് കോൺട്രാ ജേണൽ സെയിൽസ് അതായത് നമുക്ക് പൈസ വരികയാണെങ്കിൽ റെസിപ്റ്റ് ആണെങ്കിൽ റെസിപ്റ്റ് വൗച്ചറില പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പേയ്മെന്റ് വൗച്ചറില ക്യാഷും ബാങ്ക് ഉള്ളതാണെങ്കിൽ കോൺട്രാ വൗച്ചറില സെയിൽ വൗച്ചറിൽ പർച്ചേസ് വൗച്ചറിൽ ക്രെഡിറ്റ് സെയിൽ അല്ല സെയിൽ ആണെങ്കിൽ സെയിൽ വൗച്ചറിൽ പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് വൗച്ചർ അത് ക്രെഡിറ്റ് ഡെബിറ്റ് നോക്കണ്ട ദെൻ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഒക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ് ജേണൽ എന്താണ് ഇതൊന്നും അല്ലാത്താണ് ജേണൽ അഥവാ ഡിപ്രിസിയേഷന് ഓപ്പണിംഗ് എൻട്രി ക്ലോസിംഗ് എൻട്രി അതൊക്കെയാണ് എന്തുണ്ടാവുക നമ്മുടെ ഈ പറയപ്പെട്ട എന്തിലുണ്ടാവുക ജേണൽ വൗച്ചറിൽ ഉണ്ടാവുക ദെൻ ഈസ് ഇറ്റ് പോസിബിൾ ടു ക്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട് വിത്തൗട്ട് അല്ല വൗച്ചർ എൻട്രി ചെയ്യുന്ന സമയത്ത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഫസ്റ്റ് പ്രൊസീജിയർ സ്റ്റെപ്പ് എന്താ ആദ്യം എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യണം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വെക്കണം എന്നിട്ടാണ് നമുക്ക് വൗച്ചർ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്താലേ ജേണൽ എൻട്രി എന്ത് ജുനൂക്കാത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വൗച്ചറിന്റെ ക്രിയേറ്റ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വൗച്ചറിന്റെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക അതെങ്ങനെ ചെയ്യുക സിമ്പിൾ ആണ് അവിടെ എന്തുണ്ടാകും വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്തുണ്ട് ഒരു ആഡ് അക്കൗണ്ട് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാകും ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വൗച്ചർ എൻട്രി ക്രിയേഷന്റെ ഡയലോഗ് ബോക്സിൽ അതിന്റെ വിൻഡോ വരും അപ്പോൾ അതിൽ ആ വൗച്ചർ ഡീറ്റെയിൽസ് ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ഒക്കെ കൊടുത്താൽ മതി സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും നമുക്ക് ഇവിടെ ആഡ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ലെഡ്ജർ ക്രിയേഷന്റെ ആ ഒരു വിൻഡോസ് വരും അവിടെ ലെഡ്ജറിന്റെ പേര് ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ഒക്കെ എന്ത് ചെയ്യുക കൊടുക്കും സെറ്റ് അല്ലേ സെറ്റ് ഇനി വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് ലെഡ്ജർ ഇനി ഈ വൗച്ചറിന്റെ ഉള്ളിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടാകും ഇങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് പണിയുണ്ട് എന്തൊക്കെ ഫസ്റ്റ് മാസ്റ്റർ എടുക്കുക മാസ്റ്ററിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നിട്ട് നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം സബ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം അക്കൗണ്ടിന്റെ നെയിം കൊടുക്കണം എന്നിട്ട് സേവ് കൊടുത്താൽ എന്ത് ചെയ്യും ആ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ആകും അപ്പോൾ ആദ്യം മാസ്റ്ററിൽ വരിക ക്രിയേറ്റ് അക്കൗണ്ട് അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ചോദിക്കും ആ സ്റ്റെപ്പ് നിങ്ങൾ ഇത് കാണാൻ പഠിക്കുന്ന വേണ്ട നിങ്ങൾ ഓൾറെഡി ജുനൂക്കാത്ത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും അതങ്ങ് വന്നോളും ലാസ്റ്റ് ചാപ്റ്റർ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം DBMS കാര്യം നോക്കാം എന്താണ് DBMS പെർഫോമൻസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം DBMSന്റെ കോമ്പോണൻസ് എന്താ എന്തൊക്കെ പാർട്ടുകളുണ്ട് ഡാറ്റ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ യൂസർ പ്രൊസീജിയർ ഡാറ്റ ആക്സസ് ലാംഗ്വേജ് ഓക്കെ ദെൻ എക്സാമ്പിൾ ഓഫ് എൻറ്റിറ്റിയും ആട്രിബ്യൂട്ടും എന്താ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി എംപ്ലോയി അതാ അവിടെയുള്ള ആൾക്കാർ എംപ്ലോയീസ് ദെൻ ആട്രിബ്യൂട്ട് അതാ എംപ്ലോയിയുമായി റിലേറ്റ് ചെയ്യുന്ന ഐറ്റംസുകളാണ് എന്ത് റിലേഷൻഷിപ്പ് എംപ്ലോയി ID റിലേഷൻഷിപ്പ് അല്ല അതിനെ റിലേറ്റ് ചെയ്യുന്ന ഐറ്റംസ് എംപ്ലോയി ID എംപ്ലോയി നെയിം എംപ്ലോയിയുടെ സെക്സ് എംപ്ലോയിയുടെ അഡ്രസ് അപ്പം ആ എൻറ്റിറ്റിയുടെ ഡീറ്റെയിൽസുകളാണ് ഈ ഒരു ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് SQL ഫുൾ ഫോം എന്താ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ് എന്താ പ്രൈമറി കീ ഇപ്പം എല്ലാവർക്കും ഒരു
യുണീക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാകും. അത് ആ യുണീക്ക് ഐറ്റം വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസിന്റെ റോൾ നമ്പർ, രണ്ടാൾക്ക് ഒരേ പേരുണ്ടാക്കാം, പക്ഷേ രണ്ടാൾക്ക് ഒരേ റോൾ നമ്പർ ഉണ്ടാവില്ല. ഒരു കമ്പനിയിലാവുമ്പോൾ എല്ലാ എംപ്ലോയീസിനും ഓരോ കോഡ് ഉണ്ടാകും. ചിലപ്പം ഒരേ പേരായിരിക്കാം, ഒരേ സാലറി ആയിരിക്കാം, ഒരേ 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 ഡെസിഗ്നേഷൻ ആയിരിക്കാം, പക്ഷേ എംപ്ലോയി കോഡ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് പ്രൈമറി കീ. എല്ലാവരും യുണീക്ക് ആക്കുന്ന ഐറ്റംസ് ആണ് പ്രൈമറി കീ. പ്രൈമറി കീ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കട്ടോ വൈവയിൽ. ദെൻ DBMSൽ ക്വയറി എന്ന് പറഞ്ഞാൽ എന്താ? ക്വയറി ഈസ് ആൻ ഇൻക്വയറി സെൻഡ് ടു എ ഡാറ്റാബേസ് ടു ഗെറ്റ് സം ഡാറ്റ. ഒരു പ്രത്യേക ഡാറ്റ കിട്ടാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റം ആയിരിക്കും, അതിൽ പ്രത്യേക ഡാറ്റ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ കമ്പനിയിലെ ഫിനാൻസ് മാനേജേഴ്സിനെ മാത്രം സെലക്ട് ചെയ്യാം. സോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഡാറ്റ കിട്ടാൻ വേണ്ടി നമുക്ക് കൊടുക്കുന്ന ഒരു എൻക്വയറി ആണ് എന്ത് ക്വയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കൊരു ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും, അതിന് ഡാറ്റ നമുക്ക് എടുക്കാൻ പറ്റും. റിപ്പോർട്ട് ഇൻ DBMS റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഡാറ്റ ഒരു റിപ്പോർട്ടായിട്ട് പ്രിന്റ് എടുക്കാനൊക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു റിപ്പോർട്ടായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനാണ് ഈ ഒരു റിപ്പോർട്ട് യൂസ് ചെയ്യുക. യൂസ്ഫുൾ ടു പ്രസന്റ് ആൻഡ് സമ്മറൈസ് ഡാറ്റ മൊത്തം സമ്മറൈസ് ചെയ്ത് നമുക്ക് കിട്ടും. അത് ടാബിൾ ആയിട്ടൊക്കെ നമ്മുടെ ക്വയറീസിനും ടാബിൾസിനും മാത്രമല്ലാതെ എന്ത് ചെയ്യും, നമ്മൾ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഗ്രാംസിന് വേണ്ടി എക്സ്പോർട്ട് ചെയ്യാനൊക്കെയാണ് ഇത് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദൻ അസോസിയേഷൻ അമംഗ് സെവറൽ എൻറ്റിറ്റി. ഒരുപാട് എൻറ്റിറ്റീസിൻ്റെ തമ്മിലുള്ള ആ ഒരു അസോസിയേഷൻ, അവരെങ്ങനെയാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതാണ് റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? റിലേഷണൽ ഡാറ്റാബേസ് ടു സ്പ്ലിറ്റ് ആൻഡ് സ്റ്റോർ ഡാറ്റ ഇൻ ഡിഫറെൻറ്റ് ടേബിൾസ്. നമ്മൾ ഡാറ്റകൾ സ്പ്ലിറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും. എനി ടേബിൾ എന്ത് ചെയ്യും, ഈ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും. എ കോളം ഓഫ് എ ടേബിൾ ഇൻ എ ലിബർ ഓഫീസ് ഇസ് ബേസ്ഡ് ഓൺ ലിബർ ഓഫീസ് ബേസ് ഈസ് കോൾഡ്. അഥവാ ഓരോ കോളം ഒരു ലിബർ ഓഫീസിലെ കോളം ഓഫ് എ ടേബിൾ, ഒരു ലിബർ ഓഫീസിലെ ഒരു ടേബിൾ അതിലൊരു കോളത്തിലുള്ള ഐറ്റംസ് എന്താ പറയുക? ഫോർ എക്സാമ്പിൾ കണ്ടോ, ഇതിപ്പോൾ ഒരു കോളം. ഈ കോളത്തിൽ ആളുടെ പേര്, നെയിം, അയാളെ സാലറി, അയാളെ ഡെസിഗ്നേഷൻ. അപ്പോൾ ഈ ഓരോരോ ഐറ്റംസ് ഉണ്ടല്ലോ, ഇതാണ് ഈ ഐറ്റംസുകൾക്കാണ് ഫീൽഡ് എന്ന് പറയുക. ആ ഒരു കോളത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതിനാണ് ഫീൽഡ് എന്ന് പറയട്ടോ. ഇത് ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവില്ല, അല്ലാണ്ട് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തില്ല മനസ്സിലാവില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഫീൽഡ് എന്താണെന്ന് മനസ്സിലായി പിന്നെ അത് മറക്കുകയും ചെയ്യില്ല കേട്ടോ. ദെൻ ക്വയറി ഈസ് എ റൺ ഫ്രം ദ ഡാഷ് മെനു. എന്താണ്? എഡിറ്റ് മെനുവിലാണ് എന്ത് ചെയ്യുക, ഇത് റൺ ചെയ്യുന്നത്. ദെൻ ടു എക്സ്പെക്ട് എ വെൽ ഫോർമുലേറ്റഡ് പ്രിന്റബിൾ ഡാറ്റ ഫ്രം ഡാറ്റാബേസ് വി മേ യൂസ് ഡാഷ്. അഥവാ ഒരു പ്രിന്റബിൾ ഫോമിലേക്ക് ഡാറ്റാബേസിനെ മാറ്റണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? റിപ്പോർട്ടാണ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രിന്റ് ചെയ്യാനൊക്കെ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും. വിത്ത് വാട്ട് ക്രൈറ്റീരിയ യൂസ്ഡ് ടു ഗെറ്റ് റൺ എ ടെക്സ്റ്റ് സ്റ്റാർട്ട് വിത്ത് ജി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് സിൻടാക്സ് കൊടുക്കുക? എന്താണ് സിൻടാക്സ്? കണ്ടോ, ബ്രാക്കറ്റിൽ ലൈക്ക് ജീനെ സ്റ്റാർ ഇടുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മൊത്തത്തിൽ ക്ലോസ് ചെയ്യുക. ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ 2 ഇൻവേർട്ടഡ് കോമ എന്ത് ചെയ്യുക, നിങ്ങൾ മറക്കരുത്. പിന്നെ സ്റ്റാർ ഒന്നും നിങ്ങൾ മറക്കരുത്. അവോയ്ഡിങ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈസ് അച്ചീവ്ഡ് ബൈ ബ്രേക്കിംഗ് അപ്പ് ഇൻഫർമേഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യും ഇൻടു സെപ്പറേറ്റ്, വ്യത്യസ്തമായ രീതിയിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്ക് ചെയ്യും. ബട്ട് റിലേറ്റഡ് ടേബിളിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്ക് ചെയ്യും. ആ പ്രോസസ്സിന് എന്താ പറയുക, നോർമലൈസേഷൻ എന്ന് പറയുക. അപ്പം ഒരു ഡാറ്റാബേസിലെ ഡാറ്റകൾ ഉണ്ടല്ലോ, അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. എങ്ങനെ? ഓരോ ടേബിളിലേക്കാക്കി സെപ്പറേറ്റ് ചെയ്യും. എന്ത് വെച്ചിട്ട്? ആ ബ്രേക്കിംഗ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടേബിൾസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ബ്രേക്ക് ചെയ്യും. അതിന് നോർമലൈസേഷൻ എന്നാണ് പറയുന്നത്. ഈച്ച് റോ ഓഫ് റിലേഷൻ ഇൻ DBMS ഈസ് കോൾഡ്. അഥവാ ഒരു DBMSലെ ഓരോ റിലേഷനുള്ള കോളത്തിനും, റിലേഷൻഷിപ്പുള്ള ഓരോ കോളത്തിനും നമ്മൾ എന്താ പറയുക, ട്യൂപ്പിൾ എന്നാണ്, ടപ്പിൾ എന്നാണ് എന്ത് ചെയ്ത് പറയുന്നത്. അഥവാ ഈച്ച് റോ ഓഫ് എ റിലേഷൻ ഇൻ DBMSലെ ഓരോ റിലേഷനെയും ഓരോ കോളത്തിനും എന്താ പറയുക, ഓരോ റോക്ക് എന്താ പറയുക, ടോപ്പിൾ എന്നാണ് പറയുന്നത്. സെറ്റാണോ? ഓൾമോസ്റ്റ് ഈ ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അവ ജസ്റ്റ് ഒറ്റനോടെ നോക്കിയിട്ട് പോയാൽ മതി. എന്നിട്ട് ഇത് ഓൾറെഡി പ്രാക്ടിക്കലൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ സിമ്പിളായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം കാണാൻ പഠിച്ചിട്ട് വൈവ നിങ്ങൾ ഒരിക്കലും അറ്റൻഡ് ചെയ്ത്. കാരണം ഇത്രയും ക്വസ്റ്റ്യൻ എടുത്ത് ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ അത് പഠിച്ചെടുത്തിട്ട് ഉത്തരം പറയാനുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇതെന്താ എന്നുള്ളത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുക. ഓക്കെ, ഡൺ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. സെറ്റല്ലേ മക്കളെ? ഓൾ ദി ബെസ്റ്റ്.